നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാനൊരു ലഞ്ചുമായിട്ടാണ്. ഞാൻ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയൊരു ലഞ്ചാണ്. ഹെൽത്തി ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ടേസ്റ്റിന് കുറവില്ല കേട്ടോ, ക്രേവിങ് ആണ് കേട്ടോ ഇത്. ഇന്നത്തെ മെയിൻ ഡിഷ് റാഗി പോറിഡ്ജ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നല്ല ബീഫ് ഫ്രൈ ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു തനിനാടൻ വിഭവമുണ്ട്, കപ്പ ആണ്. കപ്പയും ചേമ്പുംതണ്ടു കൊണ്ടുള്ളൊരു വിഭവമാണ്. പിന്നെ മുരിങ്ങയിലുണ്ട്. ഫ്രണ്ട്സ്, നമുക്ക് ഇതിനെ വളരെ ഈസി ആയിട്ട് എൻ്റെ ഈ ഹെൽത്തി ലഞ്ച് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ബീഫ് ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് എണ്ണയൊന്നും ചേർക്കാത്ത ഒരു ബീഫ് ഫ്രൈ ആണ്. അതേപോലെ തന്നെ അടുത്തതായിട്ട് ഞാൻ സാധാരണ പറയാറുണ്ട് ഡെയിലി ഒരു ഇലക്കറി യൂസ് ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് മുരിങ്ങയാണ് ഉപയോഗിക്കുന്നത്. മുരിങ്ങ ജസ്റ്റ് ഒരു മെഴുക്ക് പുരട്ടി പോലെ ആക്കുക എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ മൺചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് മുരിങ്ങ ചേർക്കണേ. ഈ മുരിങ്ങയിലോട്ട് 2 വെളുത്തുള്ളിയും കുറച്ച് കാന്താരിമുളകും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർക്കണ്ടേ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മുരിങ്ങ ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഡെയിലി ഒരു ഇലക്കറി യൂസ് ചെയ്യണം നമ്മുടെ ഡയറ്റിൽ. കാരണം ഒരുപാട് ഫൈബർ റിച്ച് ആയിരിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ എയുടെ ഒരു ഡെഫിഷ്യൻസി ഒരു ചാൻസ് ഉണ്ടാവില്ല. നമ്മൾ ഡെയിലി മുരിങ്ങയോ ചീരയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇലക്കറി യൂസ് ചെയ്യണമെങ്കിൽ. ഇനിയിപ്പോൾ ഇത് കറിയായിട്ടാണല്ലോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് ഫ്രഷായിട്ട് തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പോളം വെള്ളം, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഇലക്കറി റെഡിയായി. വളരെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ബീഫ് ഫ്രൈ ചെയ്യാൻ വെക്കുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡ്രൈ ഫ്രൈ ആണെന്ന്. എണ്ണയൊന്നും അധികം യൂസ് ചെയ്യണ്ട കേട്ടോ. അതിന് നമ്മുടെ കുക്കറിൽ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇത് 1/2 കിലോ ബീഫാണ്. ഒറ്റൊരു സമയത്തിന് വേണ്ടിയിട്ട് ആണ് ഞാൻ 1/2 കിലോ എടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബീഫ് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ബീഫിലോട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലോട്ടൊരു 1/4 ടീസ്പൂണോളം ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഈ ബീഫ് ഇതിലിങ്ങനെ കിടന്നിട്ട് ഡ്രൈ ആയി വരികയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ കുക്കിംഗ് കഴിയുമ്പോഴേക്കിനും ബീഫും റെഡിയാവും. അടുത്തതായിട്ട് ഞാൻ എൻ്റെ മെയിൻ ഡിഷാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഡെയിലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസാണ് കഴിക്കാറ്. ലഞ്ചിന് ആണെങ്കിലും അത് കറക്റ്റ് ന്യൂട്രീഷൻ ബേസ് ചെയ്തിട്ട് തന്നെ കേട്ടോ കഴിക്കാറ്. ഇത് ഫുൾ റെസിപ്പി കാണിക്കുന്നത് ഇന്നത്തെ മെയിൻ ഡിഷാണ്. ഇതിന് മുൻപ് ഞാൻ ഈ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, കോറ അല്ലെങ്കിൽ റാഗി എന്ന് പറയും. റാഗിയുടെ ഒരു ഡിഷാണ്. കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് യൂസ് ചെയ്യരുതെന്നൊന്നും ഇല്ല നമ്മുടെ ഹെൽത്തി ഡയറ്റിൽ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3/4 കപ്പിൻ്റെ റാഗിയാണ്. ഇത് പൗഡറാണ്. നമുക്ക് ഹോൾ റാഗി ഓവർനൈറ്റ് സോക്ക് ചെയ്തതിന് ശേഷം അരച്ചിട്ട് യൂസ് ചെയ്യാം. ഇനി ഈ റാഗിയിലോട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ഉപയോഗിക്കുന്നത്. കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഇടയ്ക്കൊക്കെ കഴിക്കാം. അപ്പോൾ കഴിയുന്നത്ര നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് നാച്ചുറൽ ഐറ്റംസ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇവിടെ ഞാൻ 1.5 ക്യൂബാണല്ലോ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബീഫ് നന്നായിട്ട് തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത പോലെ ആയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ബീഫ് വേവിച്ച വെള്ളത്തിൽ തന്നെയാണ് ഈ ചട്ടിയിലോട്ട് ഒഴിച്ചത്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു ടീസ്പൂണോ 1 ടേബിൾ സ്പൂൺ അത്രയൊക്കെ മതി. അതായത് വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ല് കിട്ടണം ബീഫിന്, അത്രയേ ഉള്ളൂ. ഞാൻ ഇതിലോട്ട് ഒരു പിഞ്ച് 1/4 ടീസ്പൂണിലും താഴെ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഓപ്ഷനാണ്. ഇനി കറിവേപ്പില ചേർക്കുക കേട്ടോ. 2-3 തണ്ട് കറിവേപ്പില ചേർക്കുക. ഈ കറിവേപ്പിലയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വരട്ടെ നമ്മുടെ ബീഫ് ഫ്രൈയിൽ. ഇനി 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകിനെ നമുക്ക് നെടുകെ മുറിച്ച് ചേർക്കുകയൂടെ ചെയ്യാം. ഈ പച്ചമുളകിൻ്റെ നല്ലൊരു ഫ്ലേവർ വരണം. ഈ കറിവേപ്പിലും പച്ചമുളകും അവസാനം ചേർത്ത വെളിച്ചെണ്ണ, ഇത് 3ൻ്റെയും ഫ്ലേവറാണ് നമ്മുടെ ഈ ബീഫ് ഫ്രൈയുടെ ഹൈലൈറ്റ്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് അപ്പോൾ തുറന്നാൽ മതി കേട്ടോ. ഇത് ചൂടോടെ സെർവ് ചെയ്യാനും നല്ല ടേസ്റ്റാണ്. അതല്ല ഇനി ഒന്ന് തണുത്തിട്ട് സെർവ് ചെയ്യുകയാണെങ്കിലും ടേസ്റ്റാണ്. പച്ചമുളകിൻ്റെ ഫ്ലേവർ ആണ് ഹൈലൈറ്റ് ചെയ്ത് വരിക. ഇനി ഞാനിത് അടച്ച് വെക്കുകയാണേ. ഇവിടെ ഞാൻ ശർക്കര ഡയറക്റ്റ് ചേർക്കുകയാണെങ്കിൽ ഇതിന് പകരമായിട്ട് പാനിയാക്കിയിട്ട് ചേർത്താലും മതി കേട്ടോ. ശർക്കര പാനി ചേർത്താലും മതി. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോറ അല്ലെങ്കിൽ റാഗിയെ നമുക്ക് ഈ പാനിലോട്ട് ചേർക്കാം. ഇതിൽ ഒരുപാട് തരിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഒന്നുകിൽ ഡയറക്റ്റ് തരിയോടെ തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ തരി കുറച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. തരി കൂടെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്.
പക്ഷെ എല്ലാവർക്കും പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഇത്രയും ഉമി ഒഴിവായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇതിലിഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇനി ഒരു ഫൈബറിൻ്റെ കുറവ് ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. ഇനി ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മതി. ഓൾറെഡി മധുരം ഉണ്ടല്ലോ. ഇനി ഞാൻ ഇതിലോട്ട് പാല് കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. 1/2 കപ്പ് പാൽ ഒഴിക്കണം. ഓൾറെഡി നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് കൂടെ വെള്ളം ഒഴിക്കാം. അതിനുശേഷം ഇനി വേവ് കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ചൂടുവെള്ളം കരുതി വെച്ചാൽ മതി. കുറച്ച് ചൂടുവെള്ളം മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി പാല് ചേർക്കുമ്പോൾ തേങ്ങ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. തേങ്ങ ഒഴിവാക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ പാൽ ഒഴിവാക്കാം. ഇത് രണ്ടിലത്തെ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഇനി ഇത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുക മാത്രം ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്ത് വയ്ക്കാം. ഒന്ന് കുറച്ച് വയ്ക്കാം ആദ്യം. അതിനുശേഷം ഒന്ന് കൂട്ടി കൊടുക്കുക. പിന്നെ നമുക്ക് ഒന്ന് കട്ടിയായി വരുന്നത് കണ്ടാൽ വീണ്ടും കുറച്ച് വയ്ക്കാം. ഇവിടെ അടുത്ത ഡിഷ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഒരു നമ്മൾ തനിനാടൻ വിഭവമാണ്. കപ്പയാണ്. കപ്പയും ചേമ്പും തണ്ടും കൂടെ കൂട്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണിത്. നല്ല ടേസ്റ്റാണ്. റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇതും കഞ്ഞിയും കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. 2 പേർക്ക് കഴിക്കാനുള്ള ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. കാരണം ഈ കപ്പ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് അധികം ഉള്ളതാണല്ലോ. അപ്പോൾ ഒരുപാട് വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, തിക്കായിക്കൊണ്ടിരിക്കാൻ തുടങ്ങി കേട്ടോ. പാലൊഴിച്ചത് കൊണ്ടാണ് നല്ല ഡാർക്ക് കളർ ഇല്ലാത്തത്. പാലൊഴിച്ചിട്ടില്ലെങ്കിൽ നല്ലൊരു ഡാർക്ക് കളറായിരിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴുള്ള ഈ ഒരു ഡിഷ് മാത്രം മതി നമ്മുടെ ഒരുവിധം നമ്മുടെ ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഇലക്കറികളോ അങ്ങനെ എന്തെങ്കിലും മതി. ശരിക്കും പറഞ്ഞാൽ നോണിൻ്റെ ആവശ്യം ഇതിന് ശരിക്കും വരുന്നില്ല. ഇപ്പോൾ നമ്മുടെ റാഗി പോറിഡ്ജ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേ. ഒന്നിൽ തണുത്തിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നല്ല ചൂടോടുകൂടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇനി ഞാൻ ലഞ്ച് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലഞ്ച് സെർവ് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്ലേറ്റിനെ 4 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. അതിൽ ഒരു ഭാഗമാണ് കാർബോഹൈഡ്രേറ്റ്, 2 ഭാഗം നമുക്ക് വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് നമ്മൾ പ്രോട്ടീൻ പോർഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റമായിട്ട് സെർവ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ സെർവ് ചെയ്യുന്നത് നമ്മുടെ കപ്പ കൊണ്ടുള്ള ഡിഷാണ്. അടുത്തതായിട്ട് നമ്മുടെ മുരിങ്ങ ഇലയാണ്. ഏത് ഇല വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്ക് ആവശ്യമുള്ള ഇലകൾ മുരിങ്ങയായിട്ടും ചീരയായിട്ടൊക്കെ ഇവിടെ തന്നെ ഗ്രോ ബാഗിലായിട്ടും, മുരിങ്ങയൊക്കെ പിന്നെ മരമായിട്ട് തന്നെയാണല്ലോ ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യാനുസരണം ഈ ഇലക്കറികൾക്കുള്ള ഇലകളൊക്കെ ഇവിടുന്ന് കിട്ടും. കടയിൽ വാങ്ങിക്കുന്ന കാര്യം വരുന്നില്ല. രാസവസ്തുക്കളൊക്കെ കൂടുതലായിരിക്കുമല്ലോ. രാസവളമൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ടാവും കടയിൽ നിന്ന് വാങ്ങുന്ന ഐറ്റംസ്. ഇനി നമ്മളുടെ ബീഫാണ്. നല്ല ആവി പറക്കുന്ന ബീഫ് ഫ്രൈ ആട്ടോ. വെരി വെരി ടേസ്റ്റി. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഏത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വിശന്നതിന് ശേഷം വേണം ഭക്ഷണം കഴിക്കാൻ. വായന്ന് സലൈവേഷൻ വരണം, എന്നാലേ ഉള്ളൂ നമുക്ക് അതിൻ്റെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടുക. ഇനി നമ്മുടെ ക്രേവിങ് ഡിഷാണ് ഫൈനലായിട്ട്. നല്ല ആവി പറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു സെർവിങ് ഡിഷോട്ട് മാറ്റാം കേട്ടോ. ഞാൻ ഡയറക്റ്റ് തന്നെ പ്ലേറ്റിലോട്ട് വെക്കുന്നില്ല, ഇങ്ങനെ ഒരു സെർവിങ് ബൗളിലോട്ട് എടുക്കുകയാണ്. 2 പേർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഹാഫ് പോർഷൻ എടുക്കാം. നമ്മുടെ എല്ലാ ഡിഷസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള എൻ്റെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഡിന്നറും ഇങ്ങനെ സെർവ് ചെയ്യാം. പക്ഷേ ഡിന്നറിൽ കഴിയുന്നത്ര ലൈറ്റായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കണം. സാലഡ്സ് അങ്ങനെ എന്തെങ്കിലും ആകുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഹെൽത്തി ലഞ്ച് റെഡി ആയിട്ടുണ്ട്. റാഗി പോറിഡ്ജാണ് മെയിൻ ഡിഷായിട്ട് സെർവ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നല്ല ബീഫ് ഫ്രൈ ഉണ്ട്. ബീഫ് ഫ്രൈ എന്ന് വെച്ചാൽ എണ്ണ അധികം ചേർക്കാത്ത ബീഫ് ഫ്രൈ ഉണ്ടോ. പിന്നെ ചേർത്ത എണ്ണ വെളിച്ചെണ്ണയാണ്. വെരി വെരി ഹെൽത്തി. പിന്നെ നമ്മുടെ തനി നാടൻ ഒരു വിഭവമാണ്. വേറൊന്നുമില്ല, കപ്പ കൊണ്ടുള്ള ഒരു വിഭവം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫൈബർ പോർഷനായിട്ട് മുരിങ്ങ ഇടയുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു കോമ്പിനേഷൻ റെസിപ്പി ആയിട്ടിത്. ഫ്രണ്ട്സ്, എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.